إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും എത്രത്തോളം ആലോചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള ജീവിതം യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പ്രായം, എൻ്റെ മുമ്പിൽ 10 വയസ്സും 20 വയസ്സും 30 വയസ്സും 50 വയസ്സും ഒക്കെയുള്ള വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഇതുവരെ കഴിഞ്ഞ ജീവിത കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ എൻ്റെ ഈ യാത്ര ഇന്ന് അവസാനിച്ചാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ അവസാനിച്ചാൽ, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഞാൻ മടങ്ങിപ്പോവുക എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിലാണ്. അല്ല, അതിന് ചില തടസ്സങ്ങളുണ്ട്, ചെറിയൊരു പേടിയുണ്ട്. ഈ രീതിയിൽ ഈ സമയത്തെങ്ങാനും മരണത്തെ സ്വീകരിക്കേണ്ടി വന്നാൽ, മരണമെങ്ങാനും റൂഹിനെ കൊണ്ടുപോകേണ്ടി വന്നാൽ അതിൽ അപകടമുണ്ടാകുമെന്നാണ് മനസ്സു പറയുന്നതെങ്കിൽ ജീവിതത്തിൽ ചില തിരുത്തലുകളും എഡിറ്റിങ്ങുകളും വരുത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത നാളെയുടെ ഒരു ജീവിതമുണ്ട്, ഒരിക്കലും തീരുകയില്ല ആ ജീവിതമെന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, ബർസഖിയായ മഹ്ശറയിലെ, അതേപോലെ തന്നെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് എത്തുന്നതുവരെ അവിടെ തുടർന്നു ജീവിക്കുന്ന ആ കാലമത്രയും മരണമെന്ന സത്യത്തെ അറുത്ത്
പിന്നീട് ഒരിക്കലും മരണം കടന്നു വരാത്ത വിധത്തിലുള്ളൊരു ജീവിതം വരാനുണ്ട് എന്ന് ബോധ്യമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എന്നെനിക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ ആ രീതിയിൽ ആ ജീവിതം മനസ്സിലാക്കിക്കൊണ്ടാണോ താൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ പലപ്പോഴും അബദ്ധം സംഭവിച്ചതായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ആ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ കടന്നുപോയ ആ രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം വിജയകരമായി മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യം ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതവും മരണവും സംവിധാനിച്ചത് ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത് ആര് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാരോ അവൻ വിജയിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് നന്മകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ പ്രവർത്തിക്കുക, അങ്ങനെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നരകത്തിന്റെ കഠോരമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സ് ഞാൻ എങ്ങനെയാണോ ഇതുവരെ ജീവിക്കുന്നത് അങ്ങനെ തന്നെ പോകും. ചില ആളുകളുടെ തീരുമാനം അങ്ങനെയാണ്. എന്തൊക്കെ നന്മകൾ കേട്ടാലും എന്തൊക്കെ തിന്മകളുടെ അപകടങ്ങൾ ബോധ്യപ്പെട്ടാലും ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതേ ഇനിയും ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ച് കടന്നുപോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരൽപ്പം അപകടമാണ് ആ വാക്കുകൾ, അത്തരം ചിന്തകളെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നന്നായി അധ്വാനിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദുനിയാവിൽ ഏതു പരീക്ഷകളെയും പരാജയപ്പെട്ടാൽ വീണ്ടും എഴുതി വിജയിക്കാൻ കഴിയും. ഏതൊരു കച്ചവടത്തിലും പരാജയപ്പെട്ടാൽ വീണ്ടും വിജയത്തിന്റെ ഉത്തുംഗതയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയും. അങ്ങനെ ഏതും ദുനിയാവിനെന്ത് പരിശോധിച്ചാലും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ ജീവിതം എന്ന ചാൻസ് ഒരൊറ്റത്തവണ മാത്രമേ ഉള്ളൂ. ഇനിയൊരു അവസരമില്ല. എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംവിധാനങ്ങൾ പിന്നീട് ഉണ്ടാക്കിയാലും ഈ ഒരു അവസരം നമ്മളിലേക്ക് വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മരണമെങ്ങാനും നമ്മളിലേക്ക് വന്നാൽ അത് നമ്മളോട് പറയാതെ, നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മളിലേക്ക് വരും. ഒരു സംശയവുമില്ല. പ്രായത്തിൻ്റെയോ സന്ദർഭത്തിൻ്റെയോ ഒരു പ്രശ്നവും മരണം വരുന്ന വിഷയത്തിലില്ല എന്ന് നമുക്കറിയാം. ഖുർആൻ അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലാഹ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത് ഐനമാ കുൻതും യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര ശക്തമായ കോട്ടക്കുള്ളിലായെങ്കിലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന. അത് ഉറപ്പായും ഉണ്ടാകും. എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ, എനിക്ക് 40 വയസ്സായിട്ടുള്ളൂ, ഇനിയുമുണ്ട് 10 വർഷം, ഇനിയുമുണ്ട് 20 വർഷം എന്ന മനസ്കണക്കുകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. 10 വയസ്സുള്ള കുട്ടി മരണപ്പെടുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പത്രതാളുകളിലൂടെ കണ്ടറിഞ്ഞത് ഡോർ അടക്കുമ്പോൾ അല്ലെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ 10 വയസ്സുകാരൻ 8 വയസ്സുകാരനെയാണ്. അതേപോലെ തന്നെ പ്രായമെന്നത് മരണത്തിന് തടസ്സമല്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ കാണുന്ന പത്രമാധ്യമങ്ങൾ. അതിൻ്റെ 1-ാമത്തെ പേജിൽ പല കാരണങ്ങളിൽ മരണപ്പെട്ട അപകട വാർത്തകളും അതുപോലെ തന്നെ മറ്റു മരണ വാർത്തകളും കാണുമ്പോൾ ചരമകോളത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് നൂറുകണക്കിന് ആളുകളുടെ മരണ വാർത്തകളാണ്. അതിൽ ഭൂരിഭാഗവും കാരണങ്ങളില്ല സുഹൃത്തുക്കളെ. അതിൽ ഭൂരിഭാഗത്തിനും കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം
അതൊക്കെ മരണത്തിന് വിധേയമായ ആളുകളാ. ഇതുപോലെ നമ്മളും ഒരു ദിനം കടന്നു പോകണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ജീവിതം എന്തായിരിക്കും എന്നൊരു തിരിച്ചു നോക്കൽ, ഒരു പിന്നോട്ടുള്ള എത്തി നോക്കൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ അത് ബോധ്യപ്പെട്ടാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നന്നാക്കിയാൽ മതി. ഇപ്പോൾ തിരിച്ചറിഞ്ഞാൽ അതിന് അവസരങ്ങളുണ്ട്. മരണപ്പെട്ടതോടുകൂടി ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നന്മകൾക്ക് മത്സരിക്കാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, അതേപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥയുണ്ടാകും, പിന്നീട് വിലപിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഖുർആൻ അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹ് നേരത്തെ ചില ആളുകളുടെ പ്രഖ്യാപനത്തെ, ചില ആളുകളുടെ ആവലാതിയെ, അവർ വിലപിക്കുന്ന വിലാപത്തെ വിശുദ്ധ ഖുർആൻ എടുത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയരുത് എന്ന നിലക്കാണ് ആ പഠിപ്പിക്കൽ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. ചില ആളുകൾ വിലപിക്കുന്ന വിലാപം, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബേ, ഒരൽപ്പ സമയം നീട്ടിത്തന്നാൽ ഞാൻ നന്നായിക്കൊള്ളാം, ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം. ആളുകൾ പറഞ്ഞു നോക്കുമെന്നതാ. മരണം പിടികൂടും അവർ പറയും, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് ഒരൽപ്പം പോലും പിന്തിപ്പിക്കുകയില്ല. ഒരൽപ്പം കൂടി പിന്നോട്ട് വെക്കുന്ന, ഒരു ദിവസം കൂടി ചാൻസ്, ഒരു മിനിറ്റ് കൂടി ചാൻസ് എന്നൊരു സംവിധാനം ഈ ഒരു ജീവിതത്തിനെ കൊണ്ടുപോകുന്ന വിഷയത്തിലില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മരണം പിടികൂടുമ്പോൾ ആളുകൾ പറഞ്ഞു നോക്കും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കിക്കൊണ്ടുതാ. എന്തിനാ മടക്കിക്കൊണ്ടിരുന്നത്? വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, ജോലിയിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടില്ല, അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും കാരണങ്ങളല്ല. അവർ പറയാ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ, മിസ്സാക്കി കളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വീണ്ടും ചെയ്യാൻ ഒരു അവസരം എനിക്ക് തരണമെന്നതാ. അള്ളാഹിന്റെ മറുപടിയും അള്ളാഹ് പറഞ്ഞു, കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് വെറും വർത്തമാനം മാത്രമാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ലാതെ അതിൽ കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ട് മരിച്ചു എന്നുറപ്പാകുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും, ഞാൻ കണ്ടു, ഞാൻ മനസ്സിലായി, എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി തിരിച്ചയച്ചാൽ ഞാൻ നന്നായിക്കൊള്ളാം. ഇതെല്ലാവരും പറയും. പ്രിയമുള്ളവരെ, മരണപ്പെട്ട ആളുകൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ കൈകളിലുണ്ട്. അതാണ് നമ്മുടെ കൈകളിലുള്ളത്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽവാസികൾ, ഈ ലോകത്ത് നിന്ന് വട പറഞ്ഞു പോയ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്നത് ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചു വരണം, ഒരൽപ്പകാലം ജീവിക്കണം എന്നതാ. ഇത് നമ്മുടെ കൈകളിൽ ഇപ്പോഴുള്ളതാ. എങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ആയുസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താ? നമ്മൾ കൃത്യമായി ജീവിതത്തെ പ്ലാൻ ചെയ്ത് നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ സമയം കണ്ടെത്തണം. സമയത്തെ പ്ലാൻ ചെയ്യണം, ജീവിതത്തെ പ്ലാൻ ചെയ്യണം. നിർബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ചയില്ലാതെ, അബദ്ധങ്ങളില്ലാതെ പരമാവധി ചിട്ടയോടുകൂടി നിർവഹിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക. അതേപോലെ തന്നെ അതിനുശേഷം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരമാവധി വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. തിന്മകളാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, തിന്മയാണ്, തോന്നിവാസമാണ്, അബദ്ധമാണ്, നരകത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി പരിശ്രമിക്കുക. നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ പ്രതിഫലങ്ങൾക്ക് അവസരങ്ങളാണ് ഇസ്ലാം നമുക്ക് പ്രതിദാനം നൽകിയിട്ടുള്ളത്. ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് ചെറിയ ചില പ്രവർത്തനങ്ങളാണ്, പക്ഷെ വലിയ ഓഫറുകൾ, വലിയ പ്രവർത്തനങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്, സ്വർഗത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്, ഒരുപാട് പണിപ്പെടേണ്ടതുണ്ട്, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. ഇങ്ങനെയൊക്കെ ചിന്തകളാണ് പലപ്പോഴും വരാറുള്ളത്. എത്ര എളുപ്പത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചത് നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരം. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ സ്വതക്കയുടെ കൂലി കിട്ടുമെന്നതാണ്. ഇസ്ലാമിൽ ഒരു നന്മക്ക് 10 പ്രതിഫലം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്നതാണ്. സ്വതക്കയുടെ കൂട്ടത്തിൽ പലതും പഠിപ്പിച്ചു. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഒരാളെ കാണുമെന്ന് ചിരിച്ചാൽ മതി, 10 കൂലി രേഖപ്പെടുത്തുമെന്നതാണ്.
ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ എല്ലാവരും കുടിക്കാറുണ്ട്. കുടിക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്നിട്ട് വലതു കൈയിൽ കുടിക്കാൻ ബിസ്മി ചൊല്ലിയിട്ട് മുറുക്കായിട്ടൊന്ന് കുടിച്ച് അവസാനം അൽഹംദുലില്ലാ പറഞ്ഞാൽ 5 സുന്നത്തുകൾ നിർവഹിക്കപ്പെട്ടവനായി 50 പ്രതിഫലം അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടും. ചെരുപ്പ് ധരിക്കാത്തവരല്ല നമ്മൾ. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലതുകാലം മുന്തിച്ചാൽ 10 പ്രതിഫലം അവനെ രേഖപ്പെടുത്തും. അഴിച്ചു വെക്കുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അത് സ്വീകരിച്ചാൽ അവിടെയും അവന് പ്രതിഫലം ലഭിക്കും. ഖുർആനിന്റെ പേജുകൾക്കല്ല പ്രതിഫലം പഠിപ്പിച്ചത്, ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. അത് റമദാനിൽ മാത്രമല്ല. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് റമദാനിന്റെ സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഒരു ഹർഫിന് 10 കൂലിയുണ്ട്. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 30 പ്രതിഫലമാണ് എന്ന് പറയുന്നത് റമദാനിൽ മാത്രമല്ല, ഏതു സമയത്തുണ്ട്. ഏറ്റവും ചെറിയ സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ അസ്റും സൂറത്തുൽ നസ്റും സൂറത്തുൽ കൗസറും തുടങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്താലും, സൂറത്തുൽ ബഖറ മുതൽ ആൽ ഇംറാനും മാഇദയും നിസായും തുടങ്ങിയ വലിയ വലിയ സൂറത്തുകൾ ഓതിയാലും അതിനൊക്കെ അക്ഷരത്തിന് 10 പ്രതിഫലമുണ്ട്. ഇരുന്നിട്ടോതിയാലും നിന്നിട്ടോതിയാലും നടന്നിട്ടോതിയാലും നോക്കിയിട്ടോതിയാലും കാണാതോതിയാലും ഒക്കെ 10 പ്രതിഫലമുണ്ട്. ചുരുക്കി പറഞ്ഞത്, ഇസ്ലാമിൽ നന്മകൾ വാരിക്കൂട്ടാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുപാട് നൽകിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നിയ്യത്തൊന്ന് നന്നാക്കുക. നമ്മൾ നിയ്യത്തൊന്ന് നന്നാക്കുക, ഇഖ്ലാസോട് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ചിരിക്കാൻ നേരത്തെ പറഞ്ഞു. ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യാം. വലത് കാലുകൊണ്ട് അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും വിലയിരുത്താനും ചർച്ച ചെയ്യാനും ആലോചിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമുക്കുള്ള സമയം മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാനാണ്. പരദൂഷണവും ഗീബത്തും നമീമത്തും തുടങ്ങിയ ഇസ്ലാം വിലക്കിയ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും മറ്റുള്ളവരുടെ അപാകതകൾ സൂചിപ്പിക്കാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളും സമയങ്ങളും കിട്ടുന്നു. പക്ഷെ നമ്മളിലേക്ക് എത്തി നോക്കാൻ ഒഴിവില്ലാത്തൊരവസ്ഥ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ കേൾക്കുന്നുണ്ട്. എന്തു മാറ്റമുണ്ട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ വെള്ളിയാഴ്ച കേൾക്കുന്നുണ്ട്. നമ്മൾ ഖുത്ബക്ക് മാർക്കിട്ട് പോകും. ആരെയും മോശം പറയാനോ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് പറയല്ല. ഖുത്ബക്ക് മാർക്കിടും. അയാൾ ഉഷാറാണ്, അയാൾ വിഷയം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിങ് പോരാ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളും അല്ലെങ്കിൽ പോസിറ്റീവുകളും മാത്രം ചർച്ച ചെയ്ത് അയാൾക്കൊരു മാർക്ക് ഇട്ടിട്ട് കടന്നു പോവാണ്. എന്താ കഴിഞ്ഞ ആഴ്ച വിഷയം പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പലപ്പോഴും നമുക്കറിയില്ല. കാരണം അതിലേക്ക് ഞാനും ഇന്ന് പറഞ്ഞ ഖുത്ബയിലെ വിഷയം തമ്മിൽ എന്തു ബന്ധമെന്ന് ആലോചിക്കുക കൂടി സമയമില്ല. അങ്ങനെ ആലോചിക്കുന്നില്ല പലപ്പോഴും നമ്മൾ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു റീചാർജിങ് സിസ്റ്റമാണ് വെള്ളിയാഴ്ചകൾ. റീചാർജ് ചെയ്യാൻ നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ, കച്ചവടത്തിലും അതേപോലെ തന്നെ മറ്റു ദുനിയാവിന്റെ സംവിധാനങ്ങളുമായി ഇടപെട്ട് പോകുമ്പോൾ പലപ്പോഴും ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പൊ ഈമാൻ ഒന്ന് പുതുക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ജുമാ. ആ ജുമായിൽ പങ്കെടുത്ത് പരമാവധി നന്മകൾ ഇടപെട്ട് അങ്ങനെ പോകണം. കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാഴ്ചയിലെ ഖുത്ബ കേട്ടിട്ടാണ് ഞാൻ ഇന്ന നന്മ തുടങ്ങിയത്, ഇന്ന തിന്മ ഞാൻ മാറ്റിവെച്ചത് ഇന്ന ആഴ്ചയിലെ ഖുത്ബ, ഇന്ന ആളുടെ ഖുത്ബ കേട്ടിട്ടാണ് എന്ന് പറയാൻ നമുക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കുക. ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് 5% അള്ളാന്റെ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ഈ ഖുത്ബക്ക് ശേഷമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയോ? ആ രീതിയിൽ നമ്മൾ ഖുത്ബകളെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് ആത്മാർത്ഥമായി പരിശോധിക്കുക. പലപ്പോഴും മറ്റുള്ളവർക്ക് മാർക്കിട്ട് അവസാന ഖത്തീബുമാർക്ക് വരെ മാർക്കിടുന്ന അത്രയും റേഞ്ചിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പരിശോധിക്കാനും നോക്കാനും ഒരിക്കലും സമയമില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി അത്തരം മേഖലകളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് നിർവഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പരിശോധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് മദ്രസ തലങ്ങളിൽ നമ്മൾ പഠിച്ച് എടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്രസ എന്ന് പഠിച്ചതാണ്, 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. കൈകെട്ടൽ മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ടുന്നവരെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ തിരുത്തേണ്ടതും എഡിറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ കൂടുതലായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുമായ പല പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ പരിശോധിക്കണം. എത്രത്തോളം നമുക്കതിന് ഒരു ദിവസം ഒരു പ്രാർത്ഥന കൂടുതൽ പഠിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഇടപെടുക. നിസ്കാരവുമായി ബന്ധപ്പെട്ട് 5 നേരം നിസ്കാരമാണുള്ളത്, അതിൻ്റെ ജമാഅത്ത് ഒന്ന് പരിശോധിക്കുക. ആ 5 നേരത്തിൽ എത്ര നിസ്കാരത്തിനാണ് ആ ജമാഅത്തിനെത്താറുള്ളത്? ഇനി നിസ്കരിച്ച നിസ്കാരത്തൊന്ന് പരിശോധിക്കുക, അതിലെത്രത്തോളം ഖുശൂ ഉണ്ട് എന്ന് പരിശോധിക്കുക, ഭയഭക്തിയുണ്ട്, എത്രത്തോളം ചിട്ടയോടുകൂടിയിട്ടാണ് നിസ്കരിച്ചത്.
കാരണം നിസ്കാരത്തിന് അത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട്. പരലോകത്തൊന്നാമത്തെ വിചാരണ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരമാണ് എന്ന് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആരാധനാകർമ്മങ്ങളും ദുനിയാവിലേക്ക് തന്നപ്പോൾ നിസ്കാരം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനമുണ്ട്. നമ്മൾ ഓരോ ദിവസവും 5 നേരം നിർവഹിക്കുന്നുണ്ട്. ആ നിർവഹിക്കുന്നത് പരിശോധിക്കുക, 5 നിസ്കരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും പല കാരണങ്ങളാലും നഷ്ടപ്പെട്ടു പോകാറുണ്ട് പലതും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു പരിശോധന. അതേപോലെ തന്നെ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്നത് നമ്മുടെ ഗ്രന്ഥമാണ്, നമ്മുടേതാണ് ഖുർആൻ. പക്ഷേ ഞാനും ഖുർആനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? റമദാന് കഴിഞ്ഞിട്ട് ഖുർആനിന്റെ എത്ര പേജുകൾ എനിക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞു? ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ 6236 ആയത്തുകളിൽ എത്ര ആയത്തുകൾ എനിക്കറിയാം? എൻ്റെ മനസ്സിൽ ഹിഫ്ളുണ്ട്, പരിശോധിക്കാം. എത്ര ആയത്തുകൾ അർത്ഥമറിയാം? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം കൃത്യമായി പറയാനും പഠിക്കാൻ നമ്മുടെ മനസ്സിൽ ഒഴിവ് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഖുർആനുമായി നമ്മുടെ ബന്ധമൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ സാമ്പത്തിക വിഷയം, നമ്മുടെ ഇടപാട്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഒക്കെ പരിശോധിക്കുക. ഞാനും പള്ളിയുമായുള്ള ബന്ധം, അർശിന്റെ തണൽ കിട്ടുന്നവർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് പള്ളിയുമായി മനസ്സ് ബന്ധിപ്പിച്ച ആളെന്ന് പറഞ്ഞു. നമ്മളുണ്ടാവോ? നമ്മുടെ മനസ്സും നമ്മളും പള്ളിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പരിശോധിക്കുക. കേവല നിസ്കാരത്തിന് നിങ്ങൾ വന്നു തിരിച്ചുപോയി കഴിഞ്ഞു, ഇതാണോ പള്ളിയുമായുള്ള ബന്ധം എന്ന് പരിശോധിക്കുക. നമ്മുടെ മനസ്സിങ്ങനെ പള്ളിയെ കൊണ്ടു നടക്കാൻ കഴിയണം, പള്ളിയുടെ കാര്യങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ. അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം മരണം പിടികൂടിയതിന് ശേഷം ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് നിങ്ങൾ നോക്കണം. അല്ലാഹ് പറഞ്ഞതാണ്, നിങ്ങൾ നോക്കണം, പരിശോധിക്കണം. കഴിഞ്ഞ ഇന്നലകൾ, കഴിഞ്ഞ വർഷങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. എത്രത്തോളം നാളേക്ക് വേണ്ടി പരിശ്രമിച്ച് നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ചാൽ പലപ്പോഴും വളരെ കുറഞ്ഞതായി. ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ, ജോലി തിരക്കിൽ, അതേപോലെ തന്നെ മറ്റു പല കാരണങ്ങളാലും പലതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ആരാ ഏറ്റവും നല്ല ബുദ്ധിമാൻ? എല്ലാവർക്കും ഞാൻ എന്ന ഉത്തരം പറയാൻ ആഗ്രഹമുള്ള ചോദ്യമാണ്. ആരാ ഏറ്റവും നല്ല ബുദ്ധിമാൻ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആളുണ്ട്. അത് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കിയവനെയല്ല, ഒരുപാട് ആളുകളെ പറ്റിച്ച് വലിയ സമ്പാദ്യങ്ങളുടെ കൂട്ടങ്ങൾ ഉണ്ടാക്കിയവനല്ല, വലിയ ബിസിനസ്സുകാരനെയല്ല, വലിയ റാങ്കുകാരനെയല്ല അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, മനസ്സിനെ നിയന്ത്രിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവനാണ് ബുദ്ധിമാൻ. മനസ്സിനെ നിയന്ത്രിക്കണം, ഇഷ്ടങ്ങളെ നിയന്ത്രിക്കണം, ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കണം. എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ മരണത്തിന് ശേഷം കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ ബുദ്ധിമാനാണ്. കൂട്ടത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പറഞ്ഞു. ബുദ്ധിമാനെ എടുത്തു പറഞ്ഞപ്പോൾ ബുദ്ധിയില്ലാത്ത ദുർബലനായാലെ പരിചയപ്പെടുത്തിയത്, വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അല അല്ലാഹിൽ അമാനിയ, മനസ്സിനെ ഫോളോ ചെയ്യുന്ന ആൾ, ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകുന്ന ആൾ, അയാളെ ബുദ്ധിയില്ലാത്ത ആൾ. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് അതിമോഹം വെച്ച് പുലർത്തം ചെയ്യും. അള്ളാഹ് എനിക്ക് പുറത്തു തരും, ഞാനൊക്കെ എന്തായാലും സ്വർഗത്ത് പോവും, ഞാനൊന്നും പോയില്ലെങ്കിൽ പിന്നെ ആരെ പോവാ? എന്നിട്ട് മറ്റുള്ള കുറെ താഴ്ന്ന ജാതിയിലുള്ള, അല്ലെങ്കിൽ അമല സ്വാലിഹാത്തുകൾ കുറഞ്ഞ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന, അല്ലെങ്കിൽ തിന്മയിൽ ജീവിക്കുന്ന ആളുകൾ നോക്കിയിട്ട് പറയും, ഞാനൊക്കെ നിസ്കരിക്കണ്ടല്ലോ, ദിവസം 3 നിസ്കരിക്കണ്ടല്ലോ, 1 നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇല്ലാത്ത ആളുകൾ നോക്കി ഇങ്ങനെ അഭിമാനം കൊണ്ട് ഞാനൊക്കെ എന്തായാലും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് അള്ളാഹിനെ കുറിച്ച് അതിമോഹം വെച്ച് പുലർത്തി ഇങ്ങനെ മുമ്പോട്ട് പോവാ. ചെയ്യുന്ന ജീവിതത്തിൽ ഒരു കാര്യത്തിൽ എടുത്തു വരുത്താനോ നന്മകൾ വർദ്ധിപ്പിക്കാനോ ഒരു ശ്രമവുമില്ലാത്ത ആൾ, അത്തരം ആളുകളെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവൻ ബുദ്ധിയില്ലാത്ത ആളെന്നാണ്. നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക, നേരത്തെ പ്ലാൻ ചെയ്യുക. ജീവിതം പ്ലാൻ ചെയ്താൽ വിജയിക്കും, ഒരു സംശയമില്ല. ജീവിക്കാൻ കുറച്ച് ചാൻസ് ഉള്ളൂ, കുറച്ച് അവസരമുള്ളൂ. എത്ര കൊല്ലം ജീവിക്കുക? 50, 60, 70, ചിലപ്പോൾ 10, 20, എത്രയാണ് നമുക്ക് അല്ലാഹ് ആയുസ് തന്ന അത്ര സമയം. എല്ലാവർക്കും ഒരേപോലെ അല്ല, പലർക്കും പല രീതിയിലാണ്. എന്തായാലും ദുനിയാവെന്ന് പോകേണ്ടി വരും. ആ പോകുന്നതിന് മുമ്പ് ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. പ്ലാൻ ചെയ്താൽ ജയിക്കും. അത് ഖുർആൻ പറഞ്ഞതാണ്. വലതു കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന മനുഷ്യൻ അവൻ പറയും, എന്റെ ഗ്രന്ഥം നോക്ക്, വായിച്ചു നോക്ക്. സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് നന്മയുടെ ഏട് അല്ലെങ്കിൽ സ്വർഗീയ പ്രവേശനത്തിനുള്ള സർട്ടിഫിക്കറ്റ് അവന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ പറയാൻ,
എല്ലാവരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നിട്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ആ ജയിച്ച സർട്ടിഫിക്കറ്റ്, വിജയിച്ചു എന്ന സന്തോഷം. എന്നിട്ട് അയാൾ കാരണം പറയുന്നുണ്ട്, എന്താ വിജയിക്കാനുള്ള കാരണം? ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു. ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന് എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഒരുങ്ങിയെന്നാണ്. ഇതാണ് വിജയിക്കാനുള്ള മാനദണ്ഡം. പ്ലാൻ ചെയ്യണം, ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഓരോ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതത്തെ ഏറ്റവും നല്ല ടോപ്പിലേക്ക് എത്തിക്കാൻ കഴിയും, ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇടത് കയ്യിൽ വന്തം വാങ്ങുന്ന ആളെ പോലെ പറയും, ഇങ്ങനെ ഒരു ഗ്രന്ഥം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എന്റെ മരണത്തോടെ എന്റെ ജീവിതം എങ്ങാനും അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവർ വിലപിക്കുമെന്നതാ. ഇടത് കയ്യിൽ ഗ്രന്ഥം വാങ്ങി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ആവാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യാം. എത്ര വയസ്സായാലും പ്രശ്നമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ മരണത്തിന് പ്രായം തടസ്സമല്ല, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവർ താഴ്ന്നവർ, ഇങ്ങനെയൊന്നുമില്ലല്ലോ. ഏതു സമയത്തും വഹിക്കുക. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുവൈറ്റിലെ 40-50 ആളുകൾ മരണപ്പെട്ട വാർത്തകൾ വായിച്ചപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ഒരു കാരണമല്ല, ഒറ്റ കാരണമാണ്. എല്ലാവരും കത്തി മരണപ്പെട്ടു. ഇങ്ങനെ പല മരണ വാർത്തകളും അപകട വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവരൊന്നും തീരുമാനിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ വിചാരിച്ചതല്ല ഞാൻ ഇന്ന് മരിക്കാൻ പോവാണെന്ന്. അള്ളാഹിൻ്റെ തീരുമാനം വന്നു, സമയം വന്നു, അയാൾക്കുള്ള അവസരം കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. അതുകൊണ്ട് ആ നിലക്ക് ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും പല തിന്മകളും ഉണ്ടാകാം, അധർമ്മങ്ങൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹ് പുറത്തരും, ഒരു സംശയവും വേണ്ട. അള്ളാഹുവെ സംഭവിച്ചു പോയതാ, അബദ്ധമാണ്, അറിവില്ലായ്മ കൊണ്ടും പ്രായത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടും അതേപോലെ തന്നെ കൂട്ടുകെട്ടിൽ കൂടിയും ഒരുമിച്ചായപ്പോഴും ഒറ്റക്കായപ്പോഴും ഒക്കെ ചെയ്തു പോയതാ. അള്ളാഹ് പൊറിച്ചരണേ എന്ന് പറഞ്ഞാൽ അള്ളൊക്കെ പൊറിച്ചരും. ആ നിലക്ക് നമുക്ക് പഠിച്ചു. പക്ഷെ മരണത്തിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, ദുനിയാവിൽ ജീവിക്കുമ്പോഴൊക്കെ പറയണം. അങ്ങനെ പറയാനും പ്രാർത്ഥിക്കാനും തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സ്വന്തം ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെയും അധ്വാനിക്കാൻ നമ്മൾ ശ്രമിക്കണം. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിയമങ്ങളില്ല, അതേപോലെ തന്നെ നിർദ്ദേശങ്ങളില്ല, എന്തും ചെയ്യാം, തോന്നിയതുപോലെ ജീവിക്കാം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ആ നിലക്ക് ജീവിതത്തെ പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ നമ്മളല്ലാത്ത ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. സ്വയം രക്ഷപ്പെടുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ഒരു പരിശ്രമം. ഒരു ബിൽഡിങ് കത്തുമ്പോൾ സ്വയം രക്ഷപ്പെട്ടു പോയി, അവൻ രക്ഷപ്പെട്ടു എന്ന് ആളുകൾ പറയുമ്പോൾ അയാൾ അക്രമിയായിട്ടാണ് ആളുകൾ പരിചയപ്പെടുത്തുക. അയാളുടെ റൂമിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാളെ എണീപ്പിച്ചിട്ടില്ല, അയാൾ വിളിച്ചു പറഞ്ഞിട്ടില്ല, അയാൾ എന്തൊരു അക്രമിയാണ് എന്ന് നമ്മൾ എല്ലാവരും പറയും. എന്നതുപോലെ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും വഴികളും തുറന്നു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ദഅവ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അദ്ദഅവത്ത്, അത്തരം കാര്യങ്ങൾ എന്താണോ നമുക്ക് കഴിയുക അങ്ങനെ ചെയ്യുക. കാരണം വിശുദ്ധ ഖുർആൻ ചെറിയ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വാസവും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും. കൂട്ടത്തിലേക്ക് ചേർത്ത് പറഞ്ഞു, സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ, അതിൻ്റെ പേരിൽ ക്ഷമിക്കുന്നവർ, അല്ല അത് പറഞ്ഞു കൊടുക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാരെ ഇത് രക്ഷപ്പെടും. അല്ലാത്ത ആൾക്കാരൊക്കെ നഷ്ടത്തിലാണ് എന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ കഴിയുന്ന രീതിയിൽ എന്താണോ നമ്മുടെ കഴിവ് അതിനനുസരിച്ച് ഇടപെടാം. സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, മാനസികമായും പ്രാർത്ഥനയിലൂടെയും സഹായിക്കുന്നവർ അങ്ങനെ,
ഏതു രീതിയിലാണ് നമുക്ക് ഇടപെടാൻ കഴിയുക ആ രീതിയിൽ ഇടപെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പള്ളിയും ഈ നാടും ഒക്കെ പരിശോധിക്കുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പള്ളിയുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന ചില ആളുകൾ, അവരുടെ മുഖങ്ങളും അവരുടെ പേരുകളൊക്കെ നമ്മുടെ നാവുകളിൽ ഇങ്ങനെ പുറത്തു വരും. പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർക്കുണ്ട് കുടുംബം, അവർക്കുണ്ട് ജോലി, അവർക്കുമുണ്ട് തിരക്കുകൾ ഒക്കെ ഉണ്ട്. നമ്മൾ എന്താണോ കാരണമായി പറയാറുള്ളത് അതൊക്കെ ഇന്ന് ഇങ്ങനത്തെ ആൾക്കാർക്കുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തരം നന്മകളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതു സമയത്തും ഓടി നടക്കുന്ന ചില ആളുകൾ, അത് അള്ളാൻ്റെ ഒരു തൗഫീഖാണ്. അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവുക. ഏതു സമയത്തും പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല, പക്ഷെ സാമ്പത്തികമായി കഴിവുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെടുക. എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് പറയല്ല, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ. ഇന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പല പള്ളികളുമായി നല്ല ബന്ധമുള്ളത് കൊണ്ടും പല പള്ളികളിലും ഖുതുബക്ക് കയറുന്നത് കൊണ്ടും അവിടുത്തെ ആളുകൾ നല്ല പരിചയമുള്ളത് കൊണ്ടും അവിടുത്തെ അവസ്ഥകൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ഇടപെടുക. സാമ്പത്തികമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാറുള്ളത്. അത്തരം വിഷയങ്ങൾ നമുക്ക് കഴിയുന്ന ഇടപെടണം. നമ്മൾ ആലോചിച്ച് നോക്കി, പള്ളിയുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന ആളുകളോടും ചോദിക്ക്, ഓരോ മാസം എത്രയാണ് വരിസംഖ്യ കിട്ടാറുള്ളത്, വരുമാനമായി ഇങ്ങോട്ട് വരവായി എത്ര കിട്ടാറുണ്ട്, ചെലവ് എത്ര ആവാറുണ്ട്. പലപ്പോഴും പല പള്ളികളുടെ അവസ്ഥ കൂടുതൽ ചെലവ്, ലാസ്റ്റ് അത് കൊണ്ടു നടക്കുന്ന ആൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അത് കൊടുക്കണം. പലപ്പോഴും അതാണ് വരാറുള്ളത്. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് അവസ്ഥ എന്ന്. എന്നിട്ട് നമുക്ക് കഴിയുന്നത് സഹായിക്കുക. വരിസംഖ്യ 10 കൊല്ലം മുമ്പാണ് 100 രൂപ ചേർത്തത്, ഇപ്പോൾ അതേ സംഖ്യ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. നമ്മുടെ ശമ്പളവും നമ്മുടെ വരുമാനത്തിലൊക്കെ ഇൻക്രിമെൻ്റ് ആവശ്യപ്പെടുന്നവരാണ് നമ്മൾ. കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന 10 കൊല്ലം മുമ്പ് 5000 വാങ്ങിയവർ ഇപ്പോൾ 50,000 വാങ്ങുന്നുണ്ട്. അന്ന് 100 രൂപ കൊടുത്തവർ ഇന്നും 100 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ 4 ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്, പക്ഷേ പള്ളിയിലേക്ക് വരുന്ന ഒരാളുടെ 100 രൂപയാണ്, അല്ല 500 രൂപയാണ്. ജോലിക്ക് പോകുന്ന മുഴുവൻ ആളുകൾ അതിൻ്റെ 1% അല്ലെങ്കിൽ 5% നമ്മുടെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. ശമ്പളം കിട്ടുമ്പോൾ കറണ്ട് ബില്ല് ഇത്ര, അതേപോലെ തന്നെ വാടക ഇത്ര, കടയിൽ കൊടുക്കാനുള്ള ഇത്ര, ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പള്ളിക്ക് ഇത്ര എന്നൊരു പ്ലാൻ നമ്മുടെ ഒരിക്കലും വരാറില്ല. എന്തുകൊണ്ടാണ് വരാത്തതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്ന സംഖ്യ അത്രയും ചെറുതാണ്. 5% താഴെയാണ് പലപ്പോഴും നമ്മൾ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സംഖ്യ. പക്ഷെ അതുപോലും കിട്ടണമെങ്കിൽ പലപ്പോഴും ആളുകളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. എന്ത് കഴിയുന്നത് പോലെ സഹായിക്കുക. ഒരു മാസം കൂടുതൽ വരുമാനം കിട്ടി, കൂടുതൽ ശമ്പളം കിട്ടി എങ്കിൽ അതിൽ നിന്ന് 500 രൂപ 1000 രൂപ കൂടുതലായിട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞു, നല്ല ദഅവ പ്രവർത്തനം, ഒരുപാട് ആളുകൾക്ക് നന്മകൾ കിട്ടുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് എന്താണ് സാമ്പത്തിക അവസ്ഥ ചോദിച്ചു നോക്കാം, നമുക്ക് ഇടപെടാം. ഒരു സംസാരം, ഒരു ചോദ്യം, നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് 10 രൂപ ആണെങ്കിൽ ആ 10 രൂപ കൊടുക്കാം. അതൊക്കെ ഇതൊന്നും ഇത്തരം പിരിവും കാര്യങ്ങളും ഇതൊക്കെ റമദാനിൽ മാത്രം മാറ്റിവെക്കേണ്ടതല്ല. ഓരോ ദിവസവും 2 മലക്കുകൾ വരും, എന്നിട്ട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ നൽകിയവർക്ക് ഇനിയും കൊടുക്കണേ, പിടിച്ചു വെച്ചവർ നീ പിടിച്ചു വെക്കണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് റമദാനിലത്തെ മാത്രമല്ല, എല്ലാ ദിവസവും ഉള്ളതാണ്. അതുകൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇടപെടണം. ഏത് രീതിയിലാണോ ഇടപെടാൻ കഴിയുക അത്രേ കൊടുക്കുന്നത് പരിശോധിക്കുക. എന്നിട്ട് കൂട്ടാൻ കഴിയും എനിക്ക് കൂട്ടുക. ഗൾഫിലുള്ള ജ്യേഷ്ഠ ഉണ്ടാകും, അല്ലെങ്കിൽ ഗൾഫിലുള്ള അളാപ്പ് ഉണ്ടാകും, ഒന്ന് വിളിച്ചിട്ട് നമ്മളെ പള്ളിക്ക് നിൻ്റെ ഒരു 5 ദിറംസ് അല്ലെങ്കിൽ 10 ദിറംസ് മാറ്റി വെക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ആ നിലക്ക് ഒരു ഇടപെടൽ നമ്മൾക്ക് എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയും. അങ്ങനെ നിർവഹിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി വലിയ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് ഇന്ന് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രശ്നങ്ങളുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല നിലക്ക് തൗഹീദിൻ്റെ ശബ്ദം ഇനിയും നാടുകളിലൂടെ പരത്തുവാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഫിറോസ് സലാഹിയുടെ പിതാവ് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതേപോലെ പല ആളുകളും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇന്ന് പള്ളിയിലെത്തിയവർ, പള്ളിയിലെത്താൻ കഴിയാത്തവരായ ആളുകൾ, അല്ലാഹു എല്ലാവരുടെയും അസുഖങ്ങളും പ്രയാസങ്ങളും ഏറ്റവും എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹപ്രവർത്തകർ, അല്ലാഹു എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. നന്മകളായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തിന്മകളാക്കി തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അത്
അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഏറ്റവും വലിയ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും തിന്മകളും തോന്നിയവാസങ്ങളും പ്രായത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടും അതേപോലെ തന്നെ കൂട്ടുകെട്ടിൽ കുടുങ്ങിയും ഒറ്റക്കായും ഒക്കെ വിവിധ സന്ദർഭങ്ങളിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന തിന്മകൾ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫളല് കൊണ്ട് നീ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സ്ഥാനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.